അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നിങ്ങളെല്ലാവരും കുളിച്ചിട്ടാണോ വന്നേ? എല്ലാവരും കുളിച്ചിട്ടുണ്ടോ? നല്ല കുട്ടികളാ അല്ലേ? കുളിക്കുമ്പോൾ നമ്മൾ എന്താ തേക്കാറുള്ളത്? സോപ്പിലെ സോപ്പിലെ ആ ഈ സോപ്പിന് എന്താ പറയാ അറബിയിൽ എന്നറിയോ? സാബൂൻ. നിങ്ങൾ അലക്കുന്നതിന് മാത്രമാണ് സാബൂൻ എന്ന് പറയല് അല്ലേ? ആ കുളിക്കുന്ന സോപ്പിന് അറബിയിൽ സാബൂൻ എന്താ പറയാ? സാബൂൻ. നമ്മൾ ഈ സ്വാദ് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഈ പാഠം ഈസിയാണ്. എന്താ, ഒരു അലിഫ് കൊടുക്കണോ സ്വാ നീട്ടാനെല്ലാം എന്താ ബാക്കിയൊക്കെ നമുക്കറിയില്ലേ? അപ്പൊ നമുക്ക് ആ പാഠം നോക്കാം. സാബൂൻ. സാബൂൻ. സാന്നല്ല, സോന്നല്ല, സാ സാ കാറ്റട് പിടിച്ചേക്ക. സാ സാ സാബൂൻ. ഹ സാ റുൻ ഹസാറുൻ. കൈ വെക്കുമോനോ? എന്നിടയിലേക്ക് നോക്ക്. ഹസാറുൻ. അടുത്ത് ബ സ്വീറുൻ ബസ്വീറുൻ ബസ്വീറുൻ. അടുത്ത് ഹ സൂറുൻ ഹസൂറുൻ ഹസൂറുൻ. അടുത്തത് എളുപ്പമുള്ള ഏതാ? ആ സ്വാസൻ അസ്വാസൻ അസ്വാസുൻ അസ്വാസിൻ അല്ലേ? അസ്വാസൻ അസാസുൻ അസാസിൻ. അടുത്ത് ഖ സ സ ഖസ്സസ ഖസ്സസ. അ ഖു സു അഖുസ്സു അഖുസ്സു. ഖുസ്സിസ ഖുസ്സിസ ഖുസ്സിസ. അപ്പോ സോപ്പിന് എന്താ പറയാ? സാബൂൻ. എന്താ പറയാ? സാ ബൂ സ്വാബൂൻ സ്വാബൂൻ സ്വാബൂൻ. സോപ്പ്. എളുപ്പല്ലേ? എളുപ്പാണ്. പക്ഷെ ഈ അക്ഷരം നമ്മൾ മറക്കരുത് കേട്ടോ. സ്വാദ് 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 സ്വാദ്. നേരത്തെ നമ്മൾ പഠിച്ചു സീന് ഷീന് സ്വാദ്. നമ്മൾ പഠിച്ചില്ലേ? സീന് ഇതിന് പുള്ളിട്ടാല് ഷീന്, ഇത് സ്വാദ് സ്വാബൂൻ. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാരും ഈ പാടൊന്ന് നന്നായി വായിക്കുക. ആ ഹെഡിങ് ഉണ്ടല്ലോ സ്വാബൂൻ, അതൊരു 4 പ്രാവശ്യം എഴുതുക. എളുപ്പമുള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മള് സോപ്പിന് എന്താ പറഞ്ഞേ? സാബൂൻ അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ സാബൂനൊക്കെ പഠിച്ചില്ലേ? അപ്പൊ നമ്മൾ ഇന്ന് അതിന്റെ തെതിരി ഭാഗത്ത് നോക്കട്ടോ. എളുപ്പമാണ് അല്ലേ? എളുപ്പമാണ്, നോക്കാം. നഖറ വായിക്കാം. എന്താണ് ഒന്നാമത്തേത്? സ്വാഹ സ്വാഹ. അടുത്ത് ത സ്വീഹു തസ്വീഹു. ഹ സൂറുൻ ഹസൂറുൻ. ത തസ്ഹീഹുൻ തസ്ഹീഹുൻ തസ്ഹീഹുൻ. ഇനി നസിൽ നമുക്ക് ചേരുമ്പടി ചേർക്കാം. ആദ്യം നമ്മൾ ആ അക്ഷരം നോക്കണേ. എന്താണ് അക്ഷരം? സ്വ ശ സ. ഇനി അതേ അക്ഷരം ഇവിടെ ഇവിടെ ഉള്ളത് നോക്കിയാൽ മതി. ഇതാ ഒന്ന് സാജിദുൻ. അപ്പൊ ആ സാ എന്നുള്ളടത്തുനിന്ന് ഈ സാ എന്നതിലേക്ക് വരക്ക. സ്വാബൂൻ, അത് പുസ്തകത്തിൽ വരച്ചിട്ടുണ്ട്. ഷാഹിൻ ഷാ, ഇത് നിങ്ങൾക്ക് സ്വന്തം ചെയ്യാൻ കഴിയും. നക്തുബ് എഴുതാം. സ്വാബിറുൻ, ഒരു പ്രാവശ്യം എഴുതിയാൽ മതി അല്ലേ? സ്വാബിറുൻ തുസീബു ഹസൂറുൻ ഖസാസുൻ. അതൊന്ന് എഴുതുക. നഖ്റഉ മിനൽ ഖുർആനി, ഖുർആനിൽ നമുക്ക് വായിക്കാം. സ്വാബിറു ആണോ? സ്വാബിറു തറബ്ബസു തറബ്ബസു. ഹസീദുൻ ഹസീദുൻ ബസ്വീറുൻ ബസ്വീറുൻ. അപ്പോ ഇനി നമ്മൾ സ്വാബിറു എന്ന് എഴുതണം അല്ലേ? ഒന്ന് നോക്കാം. സ്വാബിറുൻ സ്വാബിറുൻ. അങ്ങനെ അക്ഷരങ്ങളൊക്കെ വാക്കുകളൊക്കെ ഒന്ന് എഴുതട്ടോ. എല്ലാവരും എഴുതൂലേ?
ആയിക്കോട്ടെ കേട്ടോ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.